കോഴിക്കോട് കൊയിലാണ്ടിയിൽ ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ വൻ കവർച്ച 28 പവൻ സ്വർണം കവർന്നതായാണ് പരാതി. സംഭവത്തിൽ കൊയിലാണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിയാസ് കെ മാറുണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും 28 പവനോളം സ്വർണം കാണാതായി എന്ന തരത്തിലുള്ളതാണ് പരാതി. എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? അന്വേഷണം അടക്കം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? കൊയിലാണ്ടിയിലുള്ള ജ്വല്ലറി ഉടമ ഗീതാഞ്ജലി എന്ന ജ്വല്ലറിയുടെ ഉടമയുടെ വീട്ടിലാണ് ഇത്തരത്തിലൊരു കവർച്ച നടന്നത്. അനീഷ് എന്നയാളാണ് പരാതിക്കാരൻ. ഈ പരാതിക്കാരന്റെ ഭാര്യയുടെ കൊയിലാണ്ടിയിലുള്ള ഗീതാഞ്ജലി എന്ന വീട് കുത്തിത്തുറന്ന് 28 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു എന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30-ക്കും ഇന്ന് രാവിലെ 7:30-ക്കും ഇടയിലുള്ള സമയത്താണ് ഈ കവർച്ച നടന്നത് എന്ന് വ്യക്തമാകുന്നു. ആ രീതിയിലാണ് പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇതിൽ പറയുന്നത് പോലെ ഈ സമയത്ത് വീട്ടുകാർ വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ വീട് അടച്ചുപോയ സമയത്താണ് ഇത്തരത്തിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 28 പവനോളം സ്വർണം കവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 സ്വർണമാല 10 പവൻ തൂക്കം വരുന്നതും 1 പവൻ തൂക്കം വരുന്നതുമായിട്ടുള്ള 2 സ്വർണമാലകൾ ഉണ്ട്. ഒപ്പം തന്നെ മറ്റ് 6 വളകളുണ്ട്. അത്തരത്തിൽ ഉള്ള ഒപ്പം തന്നെ മോതിരം 2 സ്വർണ്ണ മോതിരങ്ങളുണ്ട്. അങ്ങനെയാണ് പ്രധാനമായിട്ടും ഇതിന്റെ കൂടാതെ ഒരു സ്വർണ്ണ ബ്രേസ്ലെറ്റും അങ്ങനെയാണ് കവർച്ച നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് കൊയിലാണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീടിന്റെ വാതിൽ കുത്തിത്തുറന്നാണ് ഇത്തരത്തിലൊരു കവർച്ച നടന്നിരിക്കുന്നത്. വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് പിന്നീട് അകത്തെ അലമാര പൊളിച്ചാണ് കവർച്ച നടന്നത് എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്.